അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറാസ് യൂട്യൂബ് ചാനലിന്റെ റമദാൻ മാസത്തിലെ ആദ്യത്തെ ജുമായുടെ നുബാത്തിയ ഖുതുബ ആശയ വിവർത്തന സന്ദേശത്തിലേക്ക് സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AR പാറയിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാലചക്രത്തിന്റെ മാറ്റങ്ങൾക്കിടയിൽ പുണ്യങ്ങളുടെ വസന്തമായ വിശുദ്ധ റമദാൻ മാസത്തെ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ തൗഫീഖ് നൽകിയ സർവശക്തനായ അള്ളാഹുവിൽ നമുക്ക് സർവസ്തുതികളും അർപ്പിക്കാം. അൽഹംദുലില്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഈ മാസം കേവലം ഒരു പട്ടിണിയല്ല, മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള പരിശീലന കളരിയാണ്. വിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള തഖ്വയുടെ വെളിച്ചം നിറയ്ക്കാനാണ് റമദാൻ കടന്നുവരുന്നത്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി. കഴിഞ്ഞ റമദാനിൽ നമുക്കൊപ്പമുണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് മണ്ണറയ്ക്കുള്ളിലാണ്. നമുക്ക് ലഭിച്ച ഈ സുവർണാവസരം നാളെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ മാസത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പകൽ നോമ്പിലൂടെയും രാത്രി നിസ്കാരത്തിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനും സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അർഹത നേടാനും ഈ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിച്ച ഈ മാസത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നാം കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകളെക്കുറിച്ചും വിവരിക്കുന്ന ജുമാ ഖുതുബയുടെ ആശയവിവർത്തന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവൻ സർവ്വതിനെയും നശിപ്പിക്കുന്നവനും ഒടുവിൽ അവശേഷിക്കുന്ന ഏക അവകാശിയുമാണ്. മരണാനന്തരം മടക്കി വിളിക്കുന്നവനും പുനരുത്ഥാനം നൽകുന്നവനുമാണവൻ. തനിക്ക് കീഴിലുള്ള സർവ്വചരാചരങ്ങളെയും നശ്വരതയാൽ കീഴടക്കി വാഴുന്നവൻ. അദൃശ്യകാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നവയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. തന്റെ വാഗ്ദാനങ്ങളെല്ലാം അക്ഷരം പ്രതി പൂർത്തീകരിക്കുന്നവൻ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തവൻ. നേർമാർഗത്തെ തിരുശരീഅത്തും ദീനുമായി നിശ്ചയിച്ചവൻ. സർവസ്തുതിക്കും അർഹനായ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. ഏറ്റവും നല്ല സംരക്ഷകനും സഹായിയുമായ അവനിൽ മാത്രം ഞാൻ സഹായം തേടുന്നു. അള്ളാഹുവല്ലാതെ മറ്റാരാധ്യനില്ലെന്നും അവൻ ഏകനാണെന്നും പങ്കുകാരില്ലാത്തവനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ശുഭകരമായ അന്ത്യം ലഭിക്കാനുള്ള ഹൃദയംഗമമായ സാക്ഷ്യമാണത്. അള്ളാഹുവിനോടുള്ള കടമകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടുള്ള സ്തുതിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഏറ്റവും സുവ്യക്തമായ പാതയുമായാണ് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ഉന്നത കുലജാതരും ശ്രേഷ്ഠരുമായവരിൽ നിന്നുമാണ് അള്ളാഹു അവിടുത്തെ തിരഞ്ഞെടുത്തത്. ഏറ്റവും പരിശുദ്ധമായ വംശപരമ്പരയിൽ നിന്നും ഉന്നതമായ സ്ഥാനത്തു നിന്നും തിരുനബിയെ നിയോഗിച്ചു. അറബികളിലെ അത്യുന്നത ഗോത്രമായ ഖുറൈശികളുടെ അന്തസ്സത്തയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവതരിപ്പിച്ചത്. ഗാലിബ്, ലുഐ, കഅബ് ഇബ്നു മുർറ എന്നിവരുടെ വംശാവലിയിലൂടെയാണ് ആ ജന്മമുണ്ടായത്. തുളച്ചുകയറുന്ന മിന്നൽപ്പിണർ പോലുള്ള പ്രമാണങ്ങൾ കൊണ്ടും അജയ്യമായ തർക്കശാസ്ത്ര മികവുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം ഉറപ്പിച്ചു. തന്റെ സഹോദരതുല്യനും പിതൃവ്യപുത്രനുമായ അലി ഇബ്നു അബീ ത്വാലിബിനെ കൂടെ നിർത്തിക്കൊണ്ട് അവിടുന്ന് കർമ്മരംഗത്തിറങ്ങി. പരിപാവനരും സദ്വൃത്തരുമായ തിരുനബിയുടെ കുടുംബാംഗങ്ങൾക്കും അവിടുത്തേക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും വർഷിക്കട്ടെ. ഒട്ടകങ്ങൾ സവാരിക്കാരെ വഹിച്ചു കുതിക്കുമ്പോഴെല്ലാം പശ്ചിമ പൂർവ്വ ഗോള പ്രപഞ്ച ചക്രങ്ങൾ കറങ്ങി പകലുകളും രാത്രികളും മാറി മാറി വരുമ്പോഴെല്ലാം, ജനങ്ങളെ, അള്ളാഹുവിന്റെ ദാസരെ, നിങ്ങളോടും എന്നോടും ഞാൻ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് തഖ്വ കൊണ്ട് വസ്വിയത്ത് ചെയ്യുന്നു. അത്യുന്നതമായ വിജയത്തിലേക്ക് മുന്നേറാൻ പുണ്യങ്ങളുടെ മത്സരക്കളത്തിൽ നിങ്ങൾ കുതിച്ചു മുന്നേറുക. പ്രശോഭിതമായ ഈ മാസത്തിൽ സുഹൃതങ്ങളുമായുള്ള ചങ്ങാത്തം നിങ്ങൾ സമ്പാദിക്കുക. ഹ്രസ്വമായ ഈ ആയുസ്സിൽ പരലോകത്തേക്കുള്ള പാഥേയമൊരുക്കാൻ പരിശ്രമിക്കുക. അന്ത്യവിചാരണയുടെ നാളിലേക്ക് മടങ്ങാൻ സർവസജ്ജരാവുക. റമദാൻ മാസമിതാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ സാർവത്രികമാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സുവ്യക്തമായ പ്രമാണങ്ങൾ ഇതിലൂടെ അവൻ നിങ്ങൾക്ക് അനിവാര്യമാക്കിയിരിക്കുന്നു. ഈ മാസത്തെ വർഷത്തിന്റെ വിളക്കായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ക്രമബദ്ധമായ ജീവിതത്തിന്റെ മാധ്യമമാണ് ഈ മാസം. ഇസ്ലാമിക സൗദത്തിന്റെ തൂണുകളിൽ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണിത്. വ്രതാനുഷ്ഠാനത്താലും രാത്രി നിസ്കാരത്താലും ഈ മാസം തേജസ്സുറ്റതായിരിക്കുന്നു. ഈ മാസത്തിലാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. പശ്ചാത്തപിക്കുന്നവർക്കായി തൗബയുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്ന മാസം. കർമ്മയോഗികൾക്ക് അർഹമായ പ്രതിഫലം ഉറപ്പു നൽകിയ മാസം. ഈ മാസത്തിൽ സ്വീകരിക്കപ്പെടാത്ത ദുആകളില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാത്ത സൽക്കർമ്മങ്ങളില്ല. എല്ലാ നന്മകളും ഒരുമിച്ച് കൂടുന്ന മാസമാണിത്. ഭാഗ്യവാനായ വിജയി ഈ മാസത്തിൽ പരമാവധി പുണ്യങ്ങൾ കൊയ്തെടുക്കുന്നവനാണ്. എന്നാൽ ഇതിന്റെ മഹത്വം തിരിച്ചറിയാതെ സമയം പാഴാക്കുന്നവനാണ് യഥാർത്ഥ പരാജിതൻ. പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സുവർണാവസരമാണിത്.
അശ്രദ്ധയിൽ കഴിയുന്നവരെ ഉണർന്നെഴുന്നേൽക്കാനും തെറ്റുകളിൽ നിന്ന് മോചിതരാകാനുമുള്ള സമയമാണിത്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ ഈ മാസത്തിലാണ്. ആ രാത്രിയിൽ ചോദിക്കുന്നവർക്കെല്ലാം അള്ളാഹു നൽകുന്നു. അഭയം തേടുന്നവർക്ക് അവൻ അഭയം നൽകുന്നു. മടങ്ങി വരുന്നവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അവൻ അവരെ പരിവർത്തനത്തിലേക്ക് ചേർക്കുന്നു. നന്മ തേടി വരുന്നവരിൽ അവൻ ഔദാര്യം ചൊരിയുന്നു. അതുകൊണ്ട് അധ്വാനശീലരെ ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഴ്ച വരുത്തിയവരെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് വരിക. പകലുകളേക്കാൾ പ്രകാശമുള്ള രാത്രികളുള്ള മാസം, പാപക്കറകളിൽ നിന്ന് മോചനം നൽകുന്ന ദിനങ്ങളുള്ള മാസം, ധിക്കാരികളായ പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസം, പശ്ചാത്താപത്തിന്റെ വാതിലുകൾ എന്നും തുറന്നു കിടക്കുന്ന ഓരോ നിമിഷവും പാപമോചനത്തിനുള്ള സമയമാണ്. സമയങ്ങൾ അതിവേഗം കടന്നു പോകുന്നതിന് മുമ്പ് ഈ മാസം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ആയുസ്സിന്റെ കുതിച്ചുചാട്ടം തിരിച്ചറിഞ്ഞാൽ ദുരഭിമാനങ്ങളുടെ വഞ്ചന നിങ്ങൾക്ക് വ്യക്തമാകും. മരണാനന്തരമുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാൽ അതിനായുള്ള തയ്യാറെടുപ്പായിരിക്കും നിങ്ങളുടെ പ്രധാന ജോലി. അള്ളാഹുവിന്റെ ദാസരെ, അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുക. നാളെയാവാം എന്ന അലസതയിൽ ഈ മാസത്തെ പാഴാക്കരുത്. പുണ്യകർമ്മങ്ങളിൽ കുറവ് വരുത്തരുത്. പാഥേയമില്ലാതെ പരലോകത്തെത്തിയാൽ കൊയ്ത്തു സമയത്ത് വിളയുടെ കുറവ് കണ്ട് ഖേദിക്കേണ്ടി വരും. ആ നാളിൽ അക്രമികളുടെ ഒഴികഴിവുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അവർക്ക് ശാപവും ദുരിതം പിടിച്ച വാസസ്ഥലവുമാണുള്ളത്. ഫർലായ കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങളും യഥാവിധി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ സംശയങ്ങളിൽ നിന്ന് അവൻ ശുദ്ധീകരിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട നന്മയായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ അവൻ സഹായിക്കട്ടെ. സംസാരശേഷിയുള്ള നാവുകൾ ഏറ്റവും മനോഹരമായി ഉച്ചരിക്കുന്നവയിൽ വെച്ച് അതിവിശിഷ്ടവും കഠിനമായ ഹൃദയങ്ങളിൽ പോലും ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിക്കുന്ന സുവ്യക്തമായ വചനങ്ങൾ കാലാന്തരങ്ങൾ കൊണ്ടോ സമയമാറ്റങ്ങൾ കൊണ്ടോ വിഭ്രമം സംഭവിക്കാത്തതും അതിന് സാധ്യതയുമില്ലാത്ത സർവശക്തന്റെ പരിശുദ്ധമായ വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ജനങ്ങൾക്കു മാർഗദർശനവും നേർവഴിയും സത്യാസത്യ വിവേചനത്തിന്റെ സുവ്യക്ത ലക്ഷ്യങ്ങളായും വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണു റമദാൻ. അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങളിൽ നിന്ന് സന്നിഹിതരായവർ ആരോ അവർ വ്രതമനുഷ്ഠിക്കട്ടെ. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആയാൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കട്ടെ. നിങ്ങൾക്ക് ആശ്വാസമാണ്, ഞെരുക്കമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും നേർവഴി കാണിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും നന്ദിയുള്ളവരായിരിക്കാനും വേണ്ടിയത്രേ വ്രതം കൊണ്ട് കൽപ്പിച്ചത്. സ്തുതികളെല്ലാം അത്യുദാരനും ഏക ആരാധ്യനുമായ അള്ളാഹുവിനാണ്. പരമകാരുണ്യവാനായ അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സർവസൃഷ്ടികളിലും വെച്ച് അതിശ്രേഷ്ഠനും അള്ളാഹുവിന്റെ സന്ദേശവാഹകനും പ്രിയദാസനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സുജൂദിലായി മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ പരിശുദ്ധ കുടുംബത്തിന്റെയും മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങളോട് ഞാൻ അള്ളാഹുവിലുള്ള തഖ്വ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നിർബന്ധമാക്കിയ ഫർലായ കർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു മഹത്തായ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി അവൻ തന്നെക്കുറിച്ചും രണ്ടാമതായി അവന്റെ പരിശുദ്ധി വാഴ്ത്തുന്ന മലക്കുകളെക്കുറിച്ചും പരാമർശിച്ചു. തുടർന്ന് സകല വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇപ്രകാരം അരുളി: നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലുവിൻ. അള്ളാഹുവെ, നിന്റെ തിരുദൂതരും ഞങ്ങളുടെ നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കൈയിലിരുന്ന ചരൽക്കല്ലുകൾ അള്ളാഹുവിനെ സ്തുതി കൊണ്ട് തസ്ബീഹ് ചൊല്ലുകയും ആ പവിത്രമായ വിരലുകൾക്കിടയിൽ നിന്ന് പരിശുദ്ധ തീർത്ഥജലം ഉറവ പൊട്ടിയൊഴുകുകയും ചെയ്ത അത്ഭുതങ്ങൾ നാം അനുസ്മരിക്കുന്നു. അള്ളാഹുവെ, സച്ചരിതരായ ഖലീഫമാരിൽ പ്രമുഖനും കനിവിന്റെ നേതാവും വിശ്വാസികളുടെ അമീറുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീ പ്രീതിപ്പെടുമാറാകണമേ. സ്വഹാബികളിലെ അതിശ്രേഷ്ഠനും നീതിമാനായ ഭരണാധികാരിയുമായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നീ തൃപ്തിയടയണമേ. അത്യുദാരനും മണവാളന്മാരുടെ നേതാവുമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ. വിജ്ഞാനത്തിന്റെ കവാടവും അത്ഭുതകരമായ ധീരതയുടെ ഉടമയുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നീ സംതൃപ്തനാകണമേ. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യന്മാരായ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരിലും മറ്റു മുഴുവൻ സ്വഹാബികളിലും നീ തൃപ്തിപ്പെടണമേ. അള്ളാഹുവെ, സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പാപമോചനം നൽകണമേ. മുസ്ലിംകളായ മുഴുവൻ സഹോദരങ്ങൾക്കും അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞു പോയവർക്കും നീ പൊറുത്തു നൽകണമേ. നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനും ആവശ്യങ്ങൾ സഫലമാക്കുന്നവനുമാണല്ലോ. അവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കുകയും സ്വർഗത്തെ അവരുടെ നിത്യവാസ സ്ഥലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ, അങ്ങേയറ്റം ദുസ്സഹമായ ആ സങ്കേതത്തിലെ വിറകുകൊള്ളികളായി ഞങ്ങളെ മാറ്റരുതേ അല്ലാ. ഞങ്ങളുടെ ദേഹത്തെ അഗ്നിബാധയിൽ നിന്ന് നീ മോചിപ്പിക്കണമേ.
രക്ഷിതാവേ, ഞങ്ങൾക്ക് മുൻപേ വിശ്വാസികളായി ജീവിച്ചുപോയ സഹോദരങ്ങൾക്കും നീ മാപ്പു നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് യാതൊരുവിധ വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ അല്ലാ. നിശ്ചയമായും നീ ഏറെ ദയാലുവും കരുണാനിധിയുമാകുന്നു റബ്ബേ. സത്യം നിലനിർത്താനും നന്മ പ്രവർത്തിക്കാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. നീചവൃത്തികളും തിന്മകളും അതിക്രമങ്ങളും അവൻ കർശനമായി വിലക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു പാഠം ഉൾക്കൊള്ളാനാണ് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയായ ദിക്ർ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദുദ്യമം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈക്കുകളും അൺലൈക്കുകളും തിരഞ്ഞെടുക്കുക. അടുത്ത ആഴ്ചയിലെ ജുമുഅയുടെ നുബാദിയ ഖുതുബയുടെ ആശയ വിവർത്തന സന്ദേശം യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.